നാരായണ നാരായണ ശ്രീ ഗുരുവായൂരപ്പ ശ്രീമന്നാരായണ ശ്രീമന്നാരായണീയം. ദശകം 44. ഭഗവാന്റെ പേരിടൽ. ഓം ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗതഹോരാതത്വോ ഗർഗമുനിസ്ത്വദ്ഗൃഹം വിഭോ ഗതവാൻ. വിഭോ ഭഗവാനെ, നിഷ്ക്രിയസ്യ ജന്മമില്ല കർമ്മമില്ല എന്ന അർത്ഥത്തിലാണ്. നിഷ്ക്രിയസ്യ ക്രിയ ഒന്നും ഇല്ലാത്തതായിട്ടുള്ള തേ സംസ്കാരാൻ അങ്ങയുടെ 16 സംസ്കാരങ്ങൾ, ഷോഡശ സംസ്കാരങ്ങൾ എന്ന് പറയും. അപ്പോൾ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ളതാണ് ഈ സംസ്കാരങ്ങൾ. അപ്പം അതിൽ ഗർഭാധാനം, പുംസവനം, സീമന്തം, പിന്നെ ജാതകർമ്മം, നാമകരണം, ചൗളം, ഉപനയനം, ഇങ്ങനെ വേലി, ഇതൊക്കെ അതിൽ പെട്ടതാണ്. അതേപോലെ വ്രതം, ആണ്ടുവ്രതം, പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു വ്രതം ഉണ്ട്, അത് 6 കൊല്ലമാണ്. അതേപോലെ സമാവർത്തനം, ഇങ്ങനെ 16 സംസ്കാരങ്ങൾ ബ്രാഹ്മണർക്കുണ്ട്. അത് ബ്രാഹ്മണരെന്ന് പറഞ്ഞാൽ വൈശ്യൻ വരെ വരും. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, അവർക്ക് ചിലത് ഒഴിവുണ്ട്. കാരണം എല്ലാവർക്കും ഈ ബ്രാഹ്മണരെ പോലെ വേദം പഠിക്കുക അങ്ങനെ വ്യത്യാസമുണ്ട്. വേദത്തിൻ്റെ പഠനത്തിനും പ്രയോഗത്തിനും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ളത് 16 എണ്ണവും ഈ ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ സ്ത്രീകൾക്കും ഈ സംസ്കാരങ്ങൾ അതിന് ചില ചിട്ടപ്പെടുത്തിയിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഭഗവാന്റെ സംസ്കാരം എന്നുള്ള പറയേണ്ട ഉദ്ദേശം ഇതാണ്. 16 സംസ്കാരങ്ങൾ, അതിൽ ജാതകർമാദികളെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ അതൊക്കെ ഉണ്ടാവും അതിൽ. ജാതകർമ്മം മാത്രമാവില്ല. ഏതൊക്കെ ചെയ്യണമെന്ന് ചോദിക്കരുത്. കാരണം ഗർഭാധാനം എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യമേ തന്നെ ചെയ്യേണ്ടതാണ്. അത് കഴിഞ്ഞ് സീമന്തം, പുംസവനം എന്നൊക്കെ 4 മാസം 5 മാസം ആ സമയത്ത് എൻ്റെ മുന്നേ കേട്ട് കഷ്ടിച്ചിങ്ങനെ ആയി എന്നുറപ്പായാൽ അങ്ങനെയൊക്കെ ആ സമയത്തൊക്കെ ചെയ്യുക. ഉണ്ണിയാവട്ടെ എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഏർപ്പാടാണ്. അപ്പം അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഢം, രഹസ്യമായിട്ട്, കർത്തും രഹസ്യമായിട്ട് ചെയ്യണം. വസുദേവഗിര, വസുദേവൻ്റെ വാക്കനുസരിച്ച്, വസുദേവൻ്റെ പ്രേരണ അനുസരിച്ച്. ഏതായാലും അവിടെ യദുവംശത്തിലെ വസുദേവർ, അദ്ദേഹത്തിൻ്റെ പത്നി രോഹിണി അമ്പാടിയിലുണ്ട്. പ്രസവിച്ചിട്ട് രാമൻ ഉണ്ണിയായിട്ടുണ്ട്. ആ ഉണ്ണിക്ക് ഏതായാലും ഔദ്യോഗികമായിട്ട് പേരിടണം. പക്ഷേ അവർ ഇവിടെയാണ് എന്നുള്ളത് കംസൻ അറിയില്ല. അപ്പോൾ ഒരു ഭയമുണ്ട്. ആ സമയത്താണ് ഇവിടെ യശോദയ്ക്ക്, നന്ദഗോപുരക്ക് ഉണ്ണി ഉണ്ടായത്. അത് പേരിട്ടത് ഈ യദുവംശ ആചാരനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേശൊരു പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് രഹസ്യം. ഗൂഢം കർത്തും. പിന്നെ വസുദേവഗിര, വസുദേവൻ്റെ വാക്കനുസരിച്ച്. അതുകൊണ്ടേ ഇപ്പോൾ ഇവിടെ വസുദേവൻ്റെ പ്രേരണ അനുസരിച്ച് സ്വതേതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഗർഗഭാഗവതമൊക്കെ പറയണത്. അതായത് ഉൾപ്രേരണ, താതാത്മ്യം വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഗർഗമഹർഷിയുടെ ഉള്ളിൽ പ്രേരണ ഉണ്ടായി എന്നാണ്. സമയമായില്ലോ. കാരണം ഗർഗ മഹർഷി ഹോരാശാസ്ത്രം, ജ്യോതിഷം എഴുതിയ ആളാണ്. ഇങ്ങനെയാണ് എന്ന് കണ്ടുപിടിച്ച ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറൊരാളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ വേറൊരാളുടെ ഈ ആജ്ഞയൊന്നും വേണ്ട. സ്വയമേവ അതെല്ലാം അറിയും. അപ്പോൾ അറിയിപ്പ് വേണ്ടാന്ന് സാരം, അതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വസുദേവഗിര ഹൃദ്ഗത ഹോരാതത്വ, അതാണ് ജ്യോതിശാസ്ത്ര നിയമങ്ങൾ മുഴുവൻ പഠിച്ച് അറിഞ്ഞ് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ച് എഴുതി വെച്ച് മറ്റുള്ളവർക്ക് കൊടുത്തതായിട്ടുള്ള ഈ മഹർഷി ത്വദ്ഗൃഹം ഗതവാൻ, അങ്ങയുടെ ഗൃഹത്തിലേക്ക് എത്തി. ഭഗവാന്റെ ഗൃഹത്തിലേക്ക് വരണു എന്ന അർത്ഥത്തിലാണ്. ഗമിച്ചു എന്നാണ്. ഗതവാൻ എന്നാണ്, എത്തിയില്ലോ എന്നുള്ള അർത്ഥത്തിൽ. ഗൂഢം വസുദേവഗിര കർത്തും തേ നിഷ്ക്രിയസ്യ സംസ്കാരാൻ ഹൃദ്ഗത ഹോരാ തത്വോ, ഹോരാശാസ്ത്രം എന്നാണ് ഇപ്പോഴും ജ്യോതിഷികൾ ഉപയോഗിക്കുന്നുണ്ട്. 4 തരത്തിൽപ്പെടുത്താനുള്ള ജ്യോതിഷമാണ് നിലവിലുള്ളത് എന്നാണ് അറിയാം. അത് അവരോട് ചോദിച്ചാൽ എല്ലാവരും പണ്ഡിതന്മാർക്ക് അറിയുണ്ടാവും. എല്ലാ ജ്യോതിഷന്മാർക്കും അറിഞ്ഞോളന്നില്ല.
ഏതായാലും 4 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ജ്യോതിഷം ആണ് ഇപ്പോൾ ഇന്ന് നിലവിലുള്ളത്. ഹോരാശാസ്ത്രം ഇപ്പോൾ നമ്മുടെ കേരളത്തിലും ഉപയോഗിക്കുന്നത് തോന്നണം. ഗർഗമുനിഹി ത്വത് ഗൃഹം വിഭോ ഗതവാൻ. അങ്ങനെ ഗർഗമുനി ഇവിടേക്ക് വന്നു. ഇപ്പോൾ ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഭഗവാന് കർമ്മങ്ങളോ ഒന്നും ഇല്ലെങ്കിലും ജനിച്ചു എന്ന നിലയ്ക്ക് ഈ സകലസ്വരൂപനായിട്ട് വന്ന നിലയ്ക്ക് 16 സംസ്കാരങ്ങൾ ചെയ്യണം. അപ്പം അതിൻ്റേതായിട്ടുള്ള ആദ്യത്തെ വേണ്ടതൊക്കെ ചെയ്യാന്നുള്ള നിലയ്ക്ക് ജാതകർമ്മം, പേരിടൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിരഹസ്യമായിട്ട് ചെയ്യുന്നതിനായിട്ട് വസുദേവരുടെ വാക്കനുസരിച്ച് അല്ലെങ്കിൽ പ്രേരണ അനുസരിച്ച് ജ്യോതിശാസ്ത്ര നിയമങ്ങൾ അറിയുന്നതായിട്ടുള്ള ഗർഗ മഹർഷി അവിടെ അങ്ങയുടെ ഗൃഹമായിട്ടുള്ള അമ്പാടിയിലേക്ക് വന്നു. നന്ദോധ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയന്നമും യമിനാം മന്ദസ്മിതാർദ്രമോജേ ത്വൽ സംസ്കാരാൻ വിധാതുമുത്സുകഥീം. അഥ നന്ദിതാത്മാ, അതിനുശേഷം വളരെയധികം സന്തോഷം ഉള്ളതായിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷത്തെ അനുഭവിച്ചതായിട്ടുള്ള നന്ദഗോപര്. നന്ദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനന്ദം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ എപ്പോഴും ആനന്ദത്തെ അനുഭവിക്കുന്ന ഒരാളാണ് നന്ദഗോപര്. പണി പശുപാലന ആയതുകൊണ്ടാണ് ഗോപൻ എന്ന് വന്നത്. നന്ദനേ വേണ്ടു. അപ്പോൾ സദാസമയത്തും ആനന്ദം അനുഭവിക്കുന്നയാളാണ്. അതേപോലെ വസുദേവരാണെങ്കിലോ എല്ലാ സമയത്തും ഈ ദേവചൈതന്യം മുഴുവൻ സ്വയമേവ തന്നെ ഉള്ളയാളാണ്. അപ്പോൾ 2 അച്ഛന്മാരും ഒരേപോലെയാണ്. ഭഗവാനെ സംബന്ധിച്ച് ദേവൻ ഉള്ളിലുള്ള ഒരാൾക്ക് എപ്പോഴും ആനന്ദമാണ് ഉണ്ടാവുക. ഇവിടെ വസുദേവർക്ക് പേര് അങ്ങനെ ഇട്ടു, മറ്റേയാൾക്ക് ഈ അതിൻ്റെ ഫലമായിട്ടുള്ള നന്ദൻ എന്നുള്ള നിലയ്ക്കുള്ള പേരും അത്രയേ ഉള്ളൂ. അപ്പം ഇങ്ങനെ 2 പേരും സന്തോഷമുള്ളവരാണ് സദാസമയത്തും. അപ്പോൾ ഈ നന്ദിതാത്മാവായിട്ടുള്ള ഈ നന്ദഗോപര് അവിടെ ഹോരാശാസ്ത്രം എഴുതിയതായിട്ടുള്ള യാദവ ഗുരുവായിട്ടുള്ള ബ്രാഹ്മണനായിട്ടുള്ള പുരോഹിതനായിട്ടുള്ള ഈ 16 സംസ്കാരങ്ങളെയും ചെയ്യാൻ ഉള്ള ഓയ്ക്കനായിട്ടുള്ള അദ്ദേഹത്തെ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയധികം സന്തോഷമായി. ത്വത് സംസ്കാരാൻ, അങ്ങയുടെ ഈ സംസ്കാരങ്ങൾ വിധാതും ചെയ്യുവാൻ വേണ്ടിയിട്ട്, വിധിപ്രകാരം ചെയ്യാൻ വേണ്ടിയിട്ട്, വേദം വിധിച്ച വിധിപ്രകാരം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉത്സുകധി, വളരെ ഔത്സുക്യത്തോടു കൂടിയിട്ട് അത് വേണം, കുറച്ചൊരു ആകാംക്ഷ ഉണ്ട്. അപ്പം അങ്ങനെ ആ രീതിയിൽ നന്ദഹ, ഈ നന്ദഗോപര് യമിനാം, യമികളുടെ കൂട്ടത്തിൽ വൃന്ദിഷ്ഠം, ഉത്തമനായിട്ടുള്ള അമും യമനിയമാദികളെല്ലാം അറിയുന്നതായിട്ടുള്ള, അതാണ് യമി. യമനിയമങ്ങളൊക്കെ പാലിക്കുന്നവരാണ്. അഷ്ടാംഗയോഗം നന്നായിട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് ശീലമായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റേതായിട്ടുള്ള മഹത്വമൊക്കെ ഉണ്ട്. അതാണ് യമിന. അങ്ങനെയുള്ള ഈ ഗർഗ മഹർഷിയുടെ കൂട്ടത്തിൽ ഏറ്റവും വൃന്ദിഷ്ഠം, വന്ദിക്കുന്നവരിൽ ഏറ്റവും കേമൻ, ഏറ്റവും യോഗ്യൻ, അതാണ് ഏറ്റവും ഉത്തമനായിട്ടുള്ള അമും ഗർഗ മഹർഷിയെ, അദ്ദേഹത്തിനെ മാനയൻ വളരെയധികം ബഹുമാനിച്ച് മന്ദസ്മിത ആർദ്രം ഊജയെ. അപ്പോൾ കുശലപ്രശ്നാദി കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇവരാദ്യം പൂജിക്കുക, എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ കാലി കഴുകുക, തീർത്ഥം സ്വീകരിക്കുക. ഒരു ദേവനെ എങ്ങനെയാണോ പൂജിക്കേണ്ടത് അതേപോലെ തന്നെ ഈ ബ്രാഹ്മണനെയും, ഇങ്ങനത്തെയുള്ള ബ്രാഹ്മണനെയും നല്ലോണം പൂജിക്കണം. അങ്ങനെ പൂജിച്ച് അനുവാദം വാങ്ങി കുശല പ്രശ്നങ്ങളൊക്കെ കേട്ട് ഏറ്റവും വിനയാന്വിതനായിട്ട്, പ്രത്യേകിച്ച് ഇവിടെ നന്ദഗോപുര ഒരു പശുപാലകനാണ്, രാജസ്ഥാനമില്ല, എന്നാലും ഗോത്രത്തലവനുമാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ രീതിയിൽ തന്നെയാണ് ബ്രാഹ്മണനെ സ്വീകരിക്കേണ്ടത്. അപ്പം അതിൻ്റെ ഒരു വിധി അവിടെ ഒരു ശ്ലോകം കൊണ്ട് പറഞ്ഞു. നന്ദോധ നന്ദിതാത്മാ വൃന്ദിഷ്ഠം മാനയൻ അമും യമിനാം മന്ദസ്മിത ആർദ്രം ഊജേ ത്വത് സംസ്കാരാൻ വിധാതും ഉത്സുകധി. യദുവംശാചാര്യത്വാൽ സ്വനിഭൃതമിതമാര്യ കാര്യം ഇതി കഥയൻ ഗർഗോ നിർഗതപുളകഃ ചക്രേ തവ ന സാഗ്രജസ്യ നാമാനി. അല്ലയോ ആര്യ, ഏറ്റവും ശ്രേഷ്ഠ, നന്ദഗോപരുടെ വാക്കാണ്. യദുവംശ ആചാര്യത്വാത്, അങ്ങ് യാദവവംശത്തിൻ്റെ മുഴുവൻ ആചാര്യനാണ് എന്നതുകൊണ്ട്, നന്ദഗോപര് വിനയാന്വിതമായിട്ടാണ് പറയുന്നത്, അല്ലയോ ആര്യ, യാദവവംശത്തിൻ്റെ ആചാര്യനായതുകൊണ്ട് ഈ സംസ്കാരകർമ്മം
സുനിഭൃതം വളരെ രഹസ്യമായിട്ട് ആരും അറിയാതെ കണ്ട് ഗൂഢമായിട്ട് കാര്യം ചെയ്യപ്പെടണം. ഇതി ഇങ്ങനെ കഥയൻ പറയുന്നതായിട്ടുള്ള ഗർഗ മഹർഷി, ഗർഗ നിർഗത പുളകഹ വളരെയധികം ആനന്ദം കൊണ്ട് രോമാഞ്ചമൊക്കെ ഉണ്ടായി. കാരണം തനിക്ക് ഈ ബ്രഹ്മത്തെ നാമകരണം ചെയ്യാച്ച അതൊരു പിതൃസ്ഥാനം വരും അവിടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ പുരോഹിതൻ ഒരു പിതൃസ്ഥാനം വരും. അപ്പോൾ കൃഷ്ണന്റെ അച്ഛൻ, അപ്പോൾ കൃഷ്ണ അച്ഛന് മൂന്നാമത്തെ ആളായി. അതാണ് കൃഷ്ണന്റെ ആദ്യത്തെ അച്ഛൻ വസുദേവര്, രണ്ടാമത്തെ അച്ഛൻ നന്ദഗോപര്, മൂന്നാമത്തെ അച്ഛൻ ഈ ഗർഗ മഹർഷി. അപ്പോൾ ആനന്ദം എത്ര അനുഭവിക്കേണ്ടത് ചോദിച്ചാൽ മനസ്സില്ല. കാരണം ഈ മഹാവിഷ്ണുവിന്റെ ഈ വലിയൊരു അവതാരം, പരിപൂർണ തമനായിട്ടുള്ള ഈ അവതാരം അത് കൈ കിട്ടുകയാണ്. വലിയൊരു അവസരം, വലിയൊരു അംഗീകാരമാണ്. ദേവന്മാരുടെ ഇടയിൽ, മഹർഷികളുടെ ഇടയിൽ വേറെ ആർക്കും കിട്ടാത്ത ഒരു അംഗീകാരമാണ് തനിക്ക് പുരോഹിതൻ എന്നുള്ള നിലയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ വലിയ അംഗീകാരമാണ്. അതേപോലെ തന്നെയാണ് ഗുരു, നാലാമത്തെ അച്ഛനാണ് ഗുരു, സാന്ദീപനി മഹർഷി. ഗർഗ മഹർഷിയും സാന്ദീപനി മഹർഷിയും പിതൃസ്ഥാനത്ത് വരാം. അപ്പോൾ ഇതം കാര്യം സുനിഭൃതം ഇതി. അപ്പോൾ ഏറ്റവും രഹസ്യമായിട്ട് തന്നെ ഈ ജാതകർമാദി കാര്യങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞതായിട്ടുള്ള ആ ഗർഗ മഹർഷിയെ നിർഗത പുളകഹ വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് ഇപ്പോൾ രോമാഞ്ചമൊക്കെ അണിഞ്ഞുകൊണ്ട് സാഗ്രജസ്യ അഗ്രജനോട് കൂടിയ ബലരാമനോട് കൂടിയ ഏട്ടനാണ് അഗ്രജൻ. അപ്പോൾ ബലരാമനോട് കൂടിയ തവ നാമാനി ചക്രേച്ച അങ്ങയുടെ നാമകരണാദികൾ ചെയ്തു എന്ന് സാരം. പിന്നെ നാലാമത്തെ ശ്ലോകം. കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്തനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ താവ നാമ രഹസ്യ വിഭോ സഹസ്രനാംനഃ ഹി. ഭഗവാന് ആയിരക്കണക്കിന് പേരുകളുണ്ട്. ആയിരക്കണക്കിന് വെച്ചാൽ ഒരു എത്ര സഹസ്രനാമം ഉണ്ട് എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല കേട്ടോ. ബലരാമനൊരു സഹസ്രനാമുണ്ട്, കൃഷ്ണ സഹസ്രനാമുണ്ട്, വിഷ്ണുവിന് സഹസ്രനാമുണ്ട്, ശ്രീരാമന് സഹസ്രനാമുണ്ട്. ആർക്കൊക്കെയാ സഹസ്രനാമം ഇല്ലാത്ത? നരസിംഹമൂർത്തിക്കും ഉണ്ട്. അപ്പോൾ എത്ര സഹസ്രനാമം ഉണ്ട് ചോദിച്ചാൽ നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് ഒരു വിഷ്ണു സഹസ്രനാമം സാധാരണ നമ്മൾ ചെല്ലുന്നത്. അതല്ലാതെ കണ്ട് ഇപ്പോൾ ഗർഗഭാഗവതത്തിൽ ബലരാമന്റെ സഹസ്രനാമുണ്ട്, കൃഷ്ണന്റെ സഹസ്രനാമുണ്ട്. അപ്പോൾ അനവധിയുണ്ട്. എത്ര ചോദിച്ചാൽ ശരിയാ, കുറേ ഉണ്ട്. അപ്പം ഇത് 1000 പേരുകളുള്ള ഈ ആയിരക്കണക്കിന് പേരുകളുള്ള ഈ ഭഗവാന് അനന്തനാംനഹ പേരുകൾ ലീലകൾക്കനുസരിച്ചാണ് പേര് വരിക. അപ്പം അത് അനന്താണ്. അത് എത്രയാന്ന് ചോദിച്ചാൽ അറിയില്ല. മറ്റേ അവതാരം തന്നെ എത്രയാ ചോദിച്ചാൽ മനസ്സില്ല. ഭൂമിയിലെ പൊടി എണ്ണി തീർക്കാം, പക്ഷേ അവതാരം എണ്ണി തീർക്കാൻ പറ്റില്ല. സരസസ്യു സഹസ്രശ എന്ന ഉദാഹരണം. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ ഉണ്ണിയുടെ അസ്യ കഥം നാമകുർവേ, ഇങ്ങനെയുള്ള ബാലകന് ഞാൻ ഏത് പേരാ കൊടുക്കുക? ഇതി നൂനം എന്ന് നിശ്ചയിച്ചിട്ടായിരിക്കാം. വിഭോ ഇതി നൂനം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അല്ലയോ ഭഗവാനെ ഗർഗമുനി തവ നാമ രഹസ്യ ചക്രേ അങ്ങയുടെ പേര് രഹസ്യമായി ചെയ്തത്. അപ്പോൾ രഹസ്യമായിട്ട് ചെയ്യാനുള്ള കാരണം അത് നേരത്തെ കംസന്റെ പേടി എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ അതല്ല, മറ്റ് ഋഷിമാരൊക്കെ ഉണ്ട്, മഹാഋഷിമാരുണ്ട്. ഈ ഭഗവാൻ ഇതാ പേര് എന്ന് ചോദിച്ചു പേടിച്ചു. ഏത് അത്രയും ജ്ഞാനിയായിട്ടുള്ള ഈ ഗർഗ മഹർഷി, നാരദൻ തൊട്ടുള്ള ഋഷിമാരൊക്കെ ഉണ്ട്, അവർക്ക് സകല ലീല അറിയാം, അവർക്കും ജ്ഞാനമൊക്കെ ഉണ്ട്, ഈശ്വര തുല്യന്മാരവരൊക്കെ. ശ്രീ നാരദവാച എന്നാ പറയുന്നുള്ളൂ. അതേപോലെ ഗർഗര്, നാരദര്, മറ്റേ അഗസ്ത്യൻ ഇവരൊക്കെ തുല്യരാണല്ലോ. ഈ ദുർവാസാവ് തൊട്ടുള്ളവരൊക്കെ തുല്യരാണ്. വിശ്വാമിത്രൻ, വസിഷ്ഠൻ ഇവരൊക്കെ തുല്യരാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടവിടെ. അവരൊക്കെ തന്നെ വിമർശിച്ചു വെച്ചാലോ അവർക്കും കൂടി സമ്മതമായിട്ടുള്ള പേര് വേണം ഇവിടെ. ഇതുവരെ കൃഷ്ണൻ എന്നുള്ള പേര് ഇട്ടിട്ടില്ല. അനവധി അവതാരങ്ങൾ പലതും ഉണ്ടായിട്ട് വെച്ചാലും കൃഷ്ണൻ എന്നുള്ള പേര് വന്നിട്ടില്ല. അപ്പോൾ ഈ കൃഷ്ണൻ എന്നുള്ള പേര് മനസ്സിൽ തോന്നണ്ടേ? ഒരു ജ്യോതിഷിക്ക് എങ്ങനെയൊക്കെ തോന്നുള്ളൂ. അപ്പോൾ അതിലെല്ലാം വേണേ. ഇനി അതൊക്കെ കണക്കാക്കിയിട്ടാണ്. വളരെ മഹാപണ്ഡിതനാണ്, വെറും പണ്ഡിതനല്ല, അത്യധികം വ്യാസനൊക്കെ ഉണ്ട്. വ്യാസനൊക്കെ അത് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താണ്ടാവുക? അതാണ് രഹസ്യം. അല്ലാണ്ട് കംസനെ പേടിച്ചുള്ള രഹസ്യം നേരത്തെ കഴിഞ്ഞു. അപ്പൊ ഇത് അതുകൊണ്ടാണ്, അതാണ് മേൽപ്പത്തൂരിന്റെ കഴിവ്. അതാണ്. ഇപ്പൊ നമ്മളൊക്കെ ഞാനിപ്പോ കുറെ എഴുതിയല്ലോ, പരിഭാഷയായിട്ടും ഒക്കെ എഴുതിയല്ലോ. അപ്പോൾ രാമായണായാലും ദേവി മഹാത്മ്യായാലും ഈ ഭദ്രകാളി മഹാത്മ്യായാലും ഭാഗവതായാലും, അതേപോലെ ഇപ്പോൾ ശിവപുരാണം കഴിഞ്ഞു, ശ്രീമദ് ഭഗവത്ഗീത എഴുതിയിട്ടുണ്ട്.
അപ്പോൾ എങ്ങനെ സംഗ്രഹിക്കണം എന്നുള്ളത് ഈ നമുക്കറിയില്ല. നമ്മളെന്തൊക്കെ എഴുതി ഇത്രയേ ഉള്ളേ, അത് വ്യത്യാസമുണ്ട്. ഇതിവിടെ 2 തവണ ആവർത്തിക്കുകയാണ്. ആകെ ഇത്തിരി വാക്കുകളേ ഉള്ളൂ. വലിയൊരു ഭാഗവതം, സാധാരണഗതിയിൽ ഭാഗവതം എഴുതുമ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്, അതിനെ ചുരുക്കുക എന്നുള്ളത് വളരെ ഞെരുക്കാം. എഴുതാൻ പുറപ്പെടുമ്പോൾ അയ്യോ ഇതെങ്ങനെ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കുമല്ലോ, കുറുക്കനൊക്കെ അങ്ങനെയല്ലേ. അതേപോലെ വലിയ മത്സ്യത്തിനെ കണ്ടു കഴിഞ്ഞാൽ പൊന്മ കണ്ണടയ്ക്കും എന്ന കൂട്ടത്തിൽ ഞാനിത് എഴുതുമ്പോൾ കണ്ണടച്ചു. അപ്പം അങ്ങനെ ചിലത് വേണ്ടതും അതിൽ പെടാത്തുണ്ടാവാൻ ചിലപ്പോൾ ഇല്ല എന്നും പറയാൻ പറ്റില്ല. അല്ല, അങ്ങനെ ഉണ്ടാവും, കാരണം അത്രയ്ക്ക് ഉണ്ട്, അത് വിശാലല്ലേ. നമ്മൾ ചുരുക്കുമ്പോൾ മറ്റേ 50 ശ്ലോകങ്ങളിൽ 30 ശ്ലോകം ഒക്കെ ആയിട്ട് ചുരുക്കുമ്പോൾ അത് കുറച്ച് നഷ്ടപ്പെടാതിരിക്കില്ല. പക്ഷെ ആ പ്രധാനപ്പെട്ടതായിട്ടുള്ള കഥ, അതും അതിൻ്റെ 1-2 താത്വിക വശങ്ങളും ചേർത്തിട്ടാണ്ട് എഴുതി. അത് തന്നെ ഇപ്പോൾ 8 യജ്ഞം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഉള്ളിലത്തെ ഭഗവാന്റെ ഒരു പ്രവേശനം, ഭഗവാന്റെ ഒരു സാന്നിധ്യം അതിലുണ്ടാവുകൊണ്ടല്ലേ അത് സാധിച്ചത്, അല്ലെങ്കിൽ സാധിക്കില്ലല്ലോ. അപ്പോൾ ഈ നാരായണീയത്തിൽ ഭഗവാൻ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ ആൾക്കാർ ഇത് വായിക്കണത്. ഇവിടെ വാക്കുകൾ വളരെ കുറച്ചേ പ്രയോഗിക്കാനുള്ള സ്ഥലമുള്ളൂ. ആ സമയത്താണ് 2 തവണ ഈ വാചകങ്ങളൊക്കെ കൊടുത്തിറക്കണതേ, വാക്കുകൾ കൊടുത്തിറക്കണതേ. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കണം, നമ്മൾ എടുക്കാതേണ്ടത് കിട്ടില്ല. അത് വ്യാഖ്യാതാവ് രണ്ടാമത് ചേർത്തിട്ടൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചേർക്കണം അർത്ഥം, അതാണ്. അപ്പം ഇങ്ങനെ ഗർഗമുനി തവ നാമ രഹസ്യ ചക്രേ, അങ്ങനെയാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് നാമങ്ങളുള്ളതായിട്ടുള്ള ഈ ഭഗവാന്റെ ഏത് പേരാ ഞാൻ ഇവിടെ ഇടുക, അത് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ആചാര്യന്മാരും, എത്രയോ മഹാഋഷികളുണ്ട്, ദേവന്മാരുണ്ട്, മഹാദേവനൊക്കെ ആയിട്ട് നല്ല അടുപ്പുണ്ട് ഈ ഗർഗ മഹർഷിക്ക്. അപ്പോൾ എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ കുടുങ്ങിയില്ലേ, അതാണ്. അപ്പം അതുകൊണ്ട് നല്ലോണം മനസ്സിരുത്തി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഈ ഗർഗ മഹർഷി കുറച്ച് രഹസ്യമായിട്ട് ഇത് ചെയ്തു. ഇതാണ് കഥമസ്യ നാമ കുർവേ സഹസ്രനാംനോ ഹ്യനന്ദനാംനോ വാ ഇതി നൂനം ഗർഗമുനിശ്ചക്രേ തവ നാമ രഹസ്യ വിഭോ കൃഷിധാതു നകാരാഭ്യാം സത്താനന്ദാത്മതാം കിലാഭിലപത് ജഗദാഖകർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമ തേ വ്യതനോത്. ഇപ്പം കൃഷ്ണനാമം എന്ന് പറയുമ്പോൾ ധാരാളം ഉണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ. ഭക്തി ദാസൻ എന്ന ദേവി ഭാഗവതം, ഗർഗഭാഗവതം ഓരോരോ അക്ഷരങ്ങൾക്കും അർത്ഥം കൽപ്പിച്ചു. ഇവിടെ കൃഷിർ ഭൂവാചക ശബ്ദ നശ്ച നിർവൃതിവാചക തയോരൈക്യം പരം ബ്രഹ്മ കൃഷ്ണ ഇത്യഭിധീയത എന്ന് പ്രമാണത്തിനനുസരിച്ച് ഗർഗ മഹർഷി പേരിട്ടു. ഋഷി ഗർഗ മഹർഷി കൃഷി ധാതു നകാരാഭ്യാം, കൃഷ് ധാതു ന എന്ന അക്ഷരം. അപ്പോൾ ന എന്ന അക്ഷരത്തിന് ഭഗവാൻ എന്നുള്ള പൂർണ്ണാർത്ഥമാണ്. അപ്പോൾ കൃഷ് എന്നുള്ളത് ഭൂവാചകമാണ്. ഭൂശബ്ദത്തിന് സത്ത്, സത്ത എന്നുവെച്ചാൽ എല്ലാറ്റിൻ്റെയും സാരം, അതാണ്. അതായത് ഭൂമിയിൽ ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ 5 ഉണ്ട്. അപ്പോൾ ഭൂമി ഒരു പൂർണ്ണമാണ്. ഇനി മറ്റൊന്ന്, ഭൂമിയിൽ താമസിക്കുന്നതായിട്ടുള്ള മനുഷ്യരാൽ ആണ് ഈ 14 ലോകത്തിലേക്കുള്ള ആഹാരവും കൊടുക്കുക. 14 ലോകത്തിലേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ കൊടുക്കുന്നത് ഭൂവാസികളായിട്ടുള്ള മർത്യരാണ്. അതുകൊണ്ട് മർത്യരുടെ മനസ്സിലാണ് കൃഷ്ണൻ്റെ വാസം, ഭഗവാന്റെ വാസം. അതുകൊണ്ടാണ് വാസുദേവൻ. അപ്പം അങ്ങനെയുള്ള ഈ ഭൂശബ്ദം അത് സാരമാണ്, സർവസാരം, വേദസാരമാണ്. അപ്പോൾ കൃഷ് എന്നുള്ളത് അത് അതിൻ്റെ മാക്സിമത്തിലാണ്, ദ മാക്സിമം എക്സ്ട്രാക്റ്റഡ് എസൻസ്. ഇനി അതിലൊന്നും ബാക്കിയില്ല, അത് മുഴുവൻ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതാണ്. അപ്പോൾ വെറും ഒരു ശബ്ദബ്രഹ്മം ഓങ്കാരം, അതിൽ നിന്നാണ് ഈ 14 ലോകങ്ങളും ഉണ്ടായത്. അപ്പോൾ ഈ ഓങ്കാരത്തിന് തുല്യമായിട്ടുള്ള ഈ ഭൂവാചക ശബ്ദം കൃഷ് എന്നത് ഭഗവാനോടുകൂടി ചേർത്തു നകാരം, വിസർഗോ നരനാരായണ.
അപ്പോൾ നരൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് ഈ നാരായണൻ. കൃഷ്ണ സർവസാരമായിട്ടുള്ള സത്ത കൃഷിൽ ഒളിപ്പിച്ചു. അതേപോലെ ഭഗവാൻ സ്വയം നകാരം, അത് ഞാൻ അത് തന്നെയാണ്, ഭഗവാന്റെ സാരം ഇത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നരൻ്റെ രൂപത്തിലാണ്. രൂപത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ നാരായണൻ തന്നെയാണ്, കൃഷ്ണ. അത് ഇവിടെ ഈ ശ്ലോകത്തിൻ്റെ സാരം. ഇനി കകാര കമലാകാന്ത, ഗർഗഭാഗവത പ്രകാരം അതിനൊരു 3-4 വരി അതിനു വേണ്ടി പ്രയോഗിച്ചിട്ടുണ്ട്. കകാര കമലാകാന്ത. പിന്നെ ഋകാരോ രമയതീതി, അപ്പോൾ കൃ ആയി. ഷകാരം ഷഡ്ഗുണവതി ഭഗവാൻ. ഈ ഭഗവാന് 6 ഗുണങ്ങളുമുണ്ട്. 6 ഗുണങ്ങളല്ല, 23 സിദ്ധികളുമുണ്ട്. അപ്പോൾ 23ഉം 6ഉം 29 തത്വങ്ങളാണ്, 29 ഹോതാക്കളാണ്. ആ കണക്കിലാണ് ഈ ഷകാരം. പിന്നെ ഷ് എന്നേ ഉള്ളൂ, അത്രയും വേണ്ടി. ഷ് എന്നുള്ളതിനാണ് അപ്പോൾ ഈ ഷഡ്ഗുണവതി ഭഗവാൻ. അതേപോലെ നകാരം ഭഗവാൻ സ്വയം. ഇനി എന്നേ വേണ്ടു, നാന്ന് വേണ്ട. അകാരോ അഗ്നിഭുക്ക്. കൃഷ് ആ എന്നാണ്. നകാരവും ന എന്നും ആ എന്നും കൂടിയതാണ് ന. അത് 2 അക്ഷരമാണ്. ഒന്ന് സ്പർശാക്ഷരം, നകാരം സ്പർശാക്ഷരം, അകാരം സ്വരാക്ഷരം. ഇവിടെ ഋകാരം സ്വരാക്ഷരമാണ്, കൃ. ഷ് എന്നുള്ളത് ഈ ലബന്ധ ഹലന്തങ്ങളിൽ പെട്ടതാണ്. യ ര ല വ ശ ഷ സ ഹലന്ത. ഷ്. നകാരം ട ഠ ഡ ഢ ണ. അതേപോലെ വിസർഗം, നരനും നാരായണനുമാണ് വിസർഗം. അകാരം അഗ്നിഭുക്ക്, അകാരം സ്വരാണ്. അകാരോ വിഷ്ണുരുദ്ദിഷ്ട. വേദത്തിൽ പറഞ്ഞ പ്രകാരത്തിലുള്ള അകാരം ബ്രഹ്മമാണ്. വേദത്തിൽ നമ്മളൊരു ഹോമം ചെയ്യുമ്പോൾ അത് ബ്രഹ്മത്തിനാണ് ഹോമിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ തീയിനല്ല. സ്വാഹാദേവി ഈ ബ്രഹ്മത്തിൻ്റെ ഒരു അംശമാണ്. ആ അംശം ഈ ദേവത പരിചര്യാഭാവം, അതാണ് എല്ലാ ദേവന്മാർക്കും സ്വാഹാദേവി. നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ഈ വസ്തുക്കളെ, ദ്രവ്യങ്ങളെ മുഴുവൻ സ്വീകരിച്ച് അതാത് ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത് പരിചര്യാഭാവമാണ് സ്വാഹാദേവി. അപ്പോൾ പരിചര്യാഭാവം ഉണ്ടായതുകൊണ്ട് സ്വാഹാദേവി പറഞ്ഞു, എനിക്ക് ഭർത്താവായിട്ട് ഭഗവാനെ തന്നെ വേണം എന്ന് ബ്രഹ്മാവിനോട് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവിന് അത് ഒന്നും ചെയ്യാൻ നിർത്തിയില്ല. ബ്രഹ്മാവ് എങ്ങനെ ചെയ്യുക? അങ്ങനെ ഒരു വരം കൊടുക്കാൻ ബ്രഹ്മാവിന് പറ്റില്ല. അപ്പോൾ ഈ സ്വാഹാദേവി കൃഷ്ണനെ തപസ് ചെയ്തു. എനിക്ക് അങ്ങയുടെ ഭർത്താവണം എന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു. ഇപ്പോൾ ഗോലോക കൃഷ്ണനാണ് വരം കൊടുത്തത്. ഞാൻ കൃഷ്ണനായിട്ട് ഭൂമിയിൽ വരും വൃന്ദാവനത്തിൽ. ആ കാലത്ത് എൻ്റെ വിവാഹ സമയത്ത് ഞാൻ അങ്ങയെ വിവാഹം കഴിച്ചോളാം. ഇപ്പോൾ അഗ്നിയുടെ പത്നിയായിട്ട് പോകൂ എന്ന് പറഞ്ഞു. ബ്രഹ്മാവിൻ്റെ വാക്ക് സത്യമാവണം, അതിനു വേണ്ടിയിട്ടാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചത് എന്ന് സ്വാഹ പറഞ്ഞ് സ്വാഹയെ സമാധാനിപ്പിച്ചപ്പോൾ ആ സ്വാഹയാണ് ഈ നാഗ്നജിതിയായിട്ട്, നഗ്നജിത്തിൻ്റെ കോസല രാജകുമാരിയായിട്ട് സത്യ എന്ന പേരിൽ ജനിച്ചത്. ആ സത്യയാണ് ഈ സ്വാഹാദേവി. അപ്പോൾ വലിയ ഒരു അർത്ഥമാണ് ഈ കൃഷ്ണ എന്ന നാമത്തിലുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണധാതുവിന് ഭക്തിയും ദാസി എന്നുള്ള ഭാഗത്തിലും. അപ്പോൾ ഭക്തിയും ദാസ്യവും ആണ് കൃഷ്ണ എന്നുള്ള നാമത്തിന്. അപ്പോൾ ഇവിടെ അഗ്നിഭുക്കായിട്ടുള്ള ഈ ബ്രഹ്മം ആയിട്ടുള്ള ഈ നകാരം ഭഗവാൻ ഷഡ്ഗുണവതിയാണ്. അതേപോലെ അഗ്നിഭുക്ക് ആണ്, എന്ന് വെച്ചാൽ അവിടെ ബ്രഹ്മമാണ്, ബ്രഹ്മാവസ്ഥയിലാണ്. അങ്ങനെയുള്ള ഭഗവാൻ രമിപ്പിക്കുന്നവനാണ്. ലക്ഷ്മിയുടെ, അതായത് ലക്ഷ്മി വെച്ചാൽ പ്രധാനയായിട്ടുള്ള ലക്ഷ്മി എല്ലാവർക്കും എല്ലാ വസ്തുക്കളും, ശ്വാസം ഉൾപ്പെടെയുള്ളത്, വായു, ജീവിതം നിലനിൽക്കണ്ടേ, വായു തൊട്ടുള്ള സകലതും, എത്ര കാലമാണോ ആയുസ് അതൊരു വസ്തുവാണ്. കൊടുക്കുന്നതൊക്കെ ലക്ഷ്മിയിലൂടെയാണ് കൊടുക്കുക. ആ ലക്ഷ്മിക്ക് അധിപതിയാണ്, ഈ വസ്തുക്കൾക്ക് അധിപതിയാണ്.
ആ ഭഗവാനാണ് ഇവിടെ നരനായിട്ട് നാരായണൻ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൃഷ്ണ എന്നൊരു നാമം കണ്ടുപിടിക്കണമെങ്കിൽ, അതിൻ്റെ ഇത്രത്തോളം വ്യാപ്തിയിലുള്ളൊരു അർത്ഥമുണ്ടെങ്കിൽ, അതിനെ വ്യാഖ്യാനിക്കണമെങ്കിൽ അത് ഗർഗർക്ക് മാത്രമേ സാധിക്കുള്ളൂ. ഗർഗ മഹർഷിയാണ് ഗർഗഭാഗവതം എഴുതിയത്. ബാലലീല തൊട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൽ പറഞ്ഞത്. അല്ലാണ്ട് ഉദ്ധവോപദേശമൊന്നും അതിലില്ല, അങ്ങനത്തെ ഉപദേശങ്ങളും അതിലില്ല. അതിൽ വിസ്തരിച്ച് പിന്നെ പറഞ്ഞത് രാജസൂയം വഴിയാണ്. ഉഗ്രസേനന്റെ രാജസൂയം പ്രദ്യുമ്നൻ ചെയ്തതായിട്ടാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് രാമനും കൃഷ്ണൻ ഒന്ന് സഹായിക്കും, അത്രയേ ഉള്ളൂ. വളരെ വിശദമായിട്ട് എത്ര അധ്യായങ്ങളാ ആ രാജസൂയത്തിൽ പറഞ്ഞെന്ന് വെച്ചാൽ സകലവിധ ചീത്തകളെയും നശിപ്പിക്കുന്നതായിട്ടുള്ള ഈ നമ്മൾ പറഞ്ഞ 36 പിന്നെ 41 ഒക്കെ ഉണ്ടല്ലോ, 50 ഒക്കെ ഉണ്ടല്ലോ ചീത്തകള്. കാമക്രോധ തൊട്ടിട്ടുള്ള സകലതും, ഷഡ്വൈരി, ഷഡൂർമി, ഷഡരി, അത് മുഴുവൻ നശിപ്പിക്കുന്നത് പ്രദ്യുമ്നനാണ്. പ്രദ്യുമ്നൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. കാമദേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിയുടെ അധിഷ്ഠാന ദേവതയാണ്. ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അത്ര വിശദമാണ് കൃഷ്ണനാമം. അപ്പം അതിൻ്റെ അർത്ഥം വ്യാഖ്യാനിക്കാമെന്നത് സാധാരണ ഒരാൾക്ക് സാധ്യമല്ല. ഗർഗമഹർഷി അത് കുറച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ആ ലീലകളെ സ്മരിക്കുമ്പോഴാണ് കൃഷ്ണൻ ഇത്രയും വലുതാണല്ലേ. ഈ കൃഷ്ണനിലൂടെ വേണം നമുക്ക് അങ്ങോട്ട് എത്താനായിട്ട്. കാരണം ഇവിടെ ജീവിച്ച് തീർക്കണമെങ്കിൽ ലക്ഷ്മിയുടെ വേണ്ടേ, സഹായം വേണ്ടേ. ഭഗവാൻ പറയണത് ദുഃഖം കിട്ടിയാലും നിങ്ങൾ സന്തോഷിക്കൂ എന്നാണ്. ഉദ്ധവോപദേശത്തിൽ പറയുന്നുണ്ട്, ദുഃഖം പാപങ്ങളുടെ മോചനമാണ്. പാപം പ്രാരബ്ധമായിട്ട് നമ്മൾ അനുഭവിച്ച് തീർത്താലേ അത് നരകത്തിലേക്ക് പോകാതെ കണ്ട് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ദുഃഖം വന്നു വെച്ചാൽ അത് നന്ന്. മഹാദേവൻ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒടുക്കം മുക്തി കിട്ടാറായിട്ടുള്ള സമയത്ത് വളരെയധികം ദുഃഖം അനുഭവിച്ചുകൊണ്ടാണ് ആ ശരീരത്തിലൂടെ ജീവൻ കടന്നു പോവുക. അപ്പം സത്യം പറഞ്ഞാൽ ദുഃഖിക്കുന്ന ഒരാൾ മുക്തി കിട്ടാൻ വളരെ എളുപ്പമാണ്. അത്യാശ്രമിയുടെ കഥയൊക്കെ നമുക്ക് തൃച്ചംബരത്തുമായിട്ട് ബന്ധപ്പെട്ട വില്യമംഗല സ്വാമിയാർ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള ആ കഥയൊക്കെ നമുക്കറിയാം. എല്ലാവരും ധാരാളം കേട്ടതോ. മേല് മുഴുവനെ പുഴുവരിച്ചുകൊണ്ട് ഉണ്ണിയാലിൻ്റെ ആ തറയിൽ കിടക്കണു. ആ സമയത്താണ് കൃഷ്ണൻ പരിചര്യ ചെയ്യണത്. പുഴുവിനെടുത്ത് കളയുക, വീശിക്കൊടുക്കുക, വേദന ഇല്ലാണ്ടാക്കി കൊടുക്കുക, കൃഷ്ണൻ്റെ അടുത്ത് കിടക്കാൻ സാധിക്കുക. ഈ രോഗിയായിട്ട് അത്യാശ്രമിക്ക് അവധോധനാണ്. വില്യമംഗല സമയത്താണ് കുളിച്ച് അമ്പലത്തിൽ ചെന്നത്. ശ്രീലാത്ത് കൃഷ്ണനെ കാണാനില്ല. കൃഷ്ണ എവിടെയെന്നായി. അപ്പോൾ പൂജാരിയുണ്ട്, തന്ത്രിയുണ്ട്, മഹാബ്രാഹ്മണർ കുറേ ആൾക്കാരുണ്ട്, ഭക്തന്മാരുണ്ട്. അവർക്കിപ്പോൾ ഈ കൃഷ്ണനെ കാണില്ലല്ലോ. വില്യമംഗല ആളെ കണ്ടു, ആളെ കാണാനില്ല. കൃഷ്ണ എവിടെ തെരഞ്ഞു. അമ്പലത്തിനുള്ളിൽ എവിടെയെങ്കിലും ഓടി കളിക്കണ്ടാവുന്നേ നിരീക്കുണ്ടായുള്ളൂ. അവിടെ ഒന്നും കണ്ടില്ല, പുറത്ത് കണ്ടില്ല, അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കണ്ടില്ല. കോമ്പൗണ്ടിൻ്റെ പുറത്ത് ലേശം ദൂരെ മാറിയിട്ടാണ് ഈ ഉണ്ണിയാൽ. കുറച്ചകലെ, അതാണ്ട് ഗന്ധം തന്നെ അങ്ങോട്ട് എത്തില്ല, അത്രയും ദൂരമുണ്ട്. അപ്പോൾ അവിടെ കൃഷ്ണൻ പുറം തിരിഞ്ഞിരിക്കുകയാണ്. വെച്ചാൽ അമ്പലത്തിൻ്റെ അവിടേക്കല്ല തിരിഞ്ഞിരിക്കണത്, പുറം തിരിഞ്ഞിരിക്കുക. ഒരു ചെറിയൊരു ഉണ്ണി പുറം തിരിഞ്ഞിരിക്കുന്നുണ്ട്, ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പീലിക കണ്ടേ. പീലി കണ്ടപ്പോഴാണ് കൃഷ്ണൻ തന്നെ ആവുമെന്ന് കണക്കാക്കിയത്. അവിടെ ചെന്നപ്പോൾ ഇതിങ്ങനെ പുഴുവിനൊക്കെ എടുത്ത് കളഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുക. ദുർഗന്ധമുണ്ട് അവിടെ. വില്ലമംഗലത്തിൽ ദുർഗന്ധമുണ്ട്, പക്ഷെ ആർക്കും ഇല്ല കേട്ടോ. മറ്റാർക്കും ഇല്ലേ, അത് അറിയിക്കാൻ വേണ്ടിയിട്ട് അത്രയുള്ളേ. കൃഷ്ണനെ കണ്ട് കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി കൃഷ്ണ മാനസനായിട്ട് വില്ലമംഗലം മാറിയപ്പോൾ ദുർഗന്ധം പോയി. അടുത്തേക്ക് എത്തിയപ്പോൾ ദുർഗന്ധം പോയി. കാരണം നമ്മുടെ മനസ്സിലാണ് ഇതിൻ്റെ ഈ ഭാവങ്ങളൊക്കെ. ഭാവഗ്രാഹി ജനാർദ്ദന. നീ ഒരിക്കൽ ഈ അത്യാശ്രമിയെ കളിയാക്കിയിട്ടുണ്ട് അത്രേ. അപ്പോൾ അത് ശരിക്കും മനസ്സിലാവട്ടെ വിചാരിച്ചിട്ടാണ് കൃഷ്ണൻ. അപ്പോൾ അതുകൊണ്ട് കാലി പിടിച്ചു എന്നാണ്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ ഇങ്ങനത്തെ ഭക്തന്മാരാണ് പറഞ്ഞ കഥയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് വിശ്വാമിത്രനെ പോലെ, അഗസ്ത്യനെ പോലെ, ദുർവാസാവിനെ പോലെ സ്വന്തം തപശക്തി മുഴുവനെ ഈ ഭക്തന് കൊടുക്കുകയാണ് ചെയ്യുക, അംബരീഷിന് കൊടുത്ത പോലെ. അവിടെ താൻ ചെയ്തിട്ടുള്ള ഈ പുണ്യം മുഴുവന് വില്യമംഗല സ്വാമിയാർ ശരിക്കും അത്യാശ്രമിക്ക് കൊടുക്കുകയാണ് വേണ്ടത്. കൊടുത്തുണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ല. കൊടുത്തുണ്ടാവും. കൃഷ്ണൻ അടുത്തിരിക്കണ ആൾക്ക് കൊടുക്കണോ വേണ്ടേ, അത് വേറെ വിഷയമാണ്, ഇതിൽ പെട്ടതല്ല. അതങ്ങനെയാണ് അതിൻ്റെ നിയമം. അതാണ്.
അതാണ് രണ്ട് ഭക്തന്മാർ കണ്ടുമുട്ടുമ്പോൾ തമ്മിൽ തമ്മിൽ സംസാരിക്കുന്ന കൃഷ്ണന്റെ കാര്യമാണ്. അപ്പോൾ മറ്റൊരാൾക്ക് ദുഃഖമുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് പരിഹാരമായിട്ട് എൻ്റെ പുണ്യം ഞാൻ ഇതാ അങ്ങേക്ക് തരണു എന്നൊക്കെ പറയണം. ഇതൊക്കെ അതിൻ്റെ നിയമമാണ്. നമുക്കിപ്പോൾ ആ നിയമമൊന്നും അറിയില്ല, നമ്മളൊന്നിട്ട് ചെയ്യാറുമില്ല. നമ്മൾ നമ്മുടെ പുണ്യം നഷ്ടപ്പെട്ടുവെങ്കിലോ വിചാരിച്ചിട്ടാണ് നമ്മൾ. നമുക്കൊക്കെ വാരി വലിച്ചുണ്ടാക്കണം. കൈക്കോട്ടിൻ്റെ ജീവനാണ് നമ്മളൊക്കെ. പുണ്യവും വേണം, കാശും വേണം, യശസ്സും വേണം, എന്തൊക്കെ വേണം നമുക്ക്. പുത്ര പൗത്ര സൗഭാഗ്യങ്ങളൊക്കെ വേണം. എല്ലാവരുടെ മുമ്പിലും ഞാനാണ് കേമെന്ന് എല്ലാവരും പറയും വേണം. അല്ലാച്ചാൽ നമുക്ക് എന്തൊരു പ്രയാസ. ഒരാൾ നാലാളുടെ മുമ്പിൽ വെച്ച് നമ്മൾ കളിയാക്കിയാൽ, അവമാനിച്ചാൽ. ശരിക്കുള്ള ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാവത്തിൽ നമ്മൾ എത്തണം. അത് എത്തുന്നത് വരെ നമ്മൾ ഭാഗവതനല്ല. ഭാഗവതം കൊണ്ടു കിടക്കണമെന്ന് കാര്യമില്ല. അത് യജ്ഞത്തിന് ചെന്ന് കഴിഞ്ഞാൽ ഊണഴിച്ച് പോരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തൊക്കെയോ കേൾക്കും ചെയ്യും. പക്ഷെ ഭഗവാന്റെ ചെറിയൊരു അനുഗ്രഹമുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ കേട്ടാൽ മതി. ഞാൻ സാധാരണ പ്രഭാഷണത്തിൽ പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നിട്ട് ഉറങ്ങുക വെച്ചാലും ഇവിടുന്ന് പോവരുത്. ഇവിടെ കസേര ഉണ്ടല്ലോ, ഊണഴിക്കാലോ. അപ്പോൾ ചോറിന് കുഴപ്പമില്ല, പിന്നെ ഒരു നിയന്ത്രണങ്ങളും ഇല്ല. ശബ്ദം ഉണ്ടാക്കരുത്, അത്രയേ ഉള്ളൂ. വർത്താനം പറയരുത്, ഇരുന്ന് ഉറങ്ങിക്കോളൂ, ഇവിടുന്ന് പോവരുത്. ഞാൻ അങ്ങനെയാ പറയാറ്. കാരണം ഈ ജീവന് ഭഗവാൻ കൊടുത്തൊരു അനുഗ്രഹമാണത്. ഈ ജീവന് ഇത് കേൾക്കാനുള്ള കഴിവുണ്ട്. ഈ ശ്രോത്രേന്ദ്രിയം വേണ്ട. ദുന്തുകാരിക്ക് ശ്രോത്രേന്ദ്രിയൊന്നുമില്ല. പക്ഷെ അത് മുഴുവൻ കേട്ടു ജീവൻ. പുണ്യം നേടി, മുക്തനായി. ഇപ്പം ചില ആചാര്യന്മാരുണ്ട്, ഈ മറ്റേ മുമ്പിലിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും കൊട്ടുവായുടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തൂങ്ങി അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ചുണ്ടിയെടുക്കും. ഒരു വിവരമില്ലാത്തതുകൊണ്ടാണ് ഈ ആചാരനെ. ഈ കാര്യങ്ങൾ ശരിക്കും ഗഹനമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ കുട്ടികൾ ഓടിക്കളിക്കുക, ഒരു വട്ടം വർത്താനം പറയുക, ആ സമയത്തൊക്കെ ആചാര്യന്മാർ ചീത്ത പറയണേക്കാം. കുട്ടികൾ ഓടിക്കളിക്കണം എന്നതാണ്. കുട്ടികൾ ഓടിക്കളിക്കണം, അങ്ങനെയാണ്. അതേപോലെ പക്ഷി മൃഗാദികൾ അവർ വന്നിട്ട് ഒരു വട്ടം ശബ്ദം ഉണ്ടാക്കി ഒരു സാന്നിധ്യമൊക്കെ അറിഞ്ഞൊന്ന് പ്രദക്ഷിണം വെച്ചാൽ ചിലപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ചാണ് പോവര്. അവരുടെ പുണ്യമാണ് ഈ യജ്ഞവേദിയിലേക്ക് വരലേ. അതിനൊക്കെ ചുണ്ടിയെടുക്കുന്ന ആൾക്കാരുണ്ട്. മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാവരുത് എന്നുള്ളത് സത്യമാണ്. അതിനുള്ള പ്രിക്കോഷനൊക്കെ ചെയ്യാൻ വേണം. എങ്കിലും ആ സമയത്ത് ആ സാന്നിധ്യം പല ദിക്കിലും കാണാം. ഞാൻ ഗൃഹങ്ങളിലൊക്കെ വായന ഉണ്ടായിട്ടുണ്ട്, പല ഗൃഹങ്ങളിലും വായന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പല ജീവികളും ഇതേപോലെ തന്നെ എൻ്റെ പ്രഭാഷണത്തിൽ കേൾക്കുമ്പോൾ മിക്കവാറും എന്തെങ്കിലുമൊക്കെ അണ്ണാർക്കണ്ണനോ പട്ടിയോ നായോ പൂച്ചയോ ഒക്കെ കാലം കോഴി വരെ ശബ്ദം ഉണ്ടാകും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻ്റെ പ്രഭാഷണം. ഈ യൂട്യൂബ് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാവും. എന്നോട് ഒരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെയൊന്നും ശബ്ദം ഇല്ലാത്ത സ്ഥലത്ത് നിങ്ങൾ പ്രഭാഷണം ചെയ്യൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. പൂന്താനത്തിൻ്റെ വാക്കുകൾ കേട്ടിട്ടാണ് പ്ലാവിന് മുക്തി കിട്ടിയത് എന്ന കൂട്ടത്തിൽ എൻ്റെ അപ്പോൾ പ്രാവ ഇപ്പോൾ ശബ്ദിക്കുന്നത് പ്രാവാണ്. പല ജീവികളാണ് വരുന്നത്. കൃഷ്ണന്റെ അർത്ഥം എത്രയാണെന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ സാധിക്കില്ല. അതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഭാഗവതത്തിൻ്റെ പ്രത്യേകതയാണ്. ഭാഗവതത്തിൽ പ്രത്യക്ഷ കൃഷ്ണ ഏവഹി. ഇതിൽ കൃഷ്ണൻ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കൃഷിധാതു നകാരാഭ്യാം സത്താനന്ദ ആത്മതാം കില അഭിലപത് ജഗത് അഖകർഷിത്വം വാ കഥയത് ഋഷി കൃഷ്ണനാമഹ തേ വ്യതനോത്. ഇങ്ങനെ ഗർഗമഹർഷി കൃഷിധാതുവും ന എന്ന അക്ഷരവും കൊണ്ട് അതിൻ്റെ ഏറ്റവും സത്ത് ആയിട്ടുള്ള ആ സത്തിനെയും ഒപ്പം ആനന്ദത്തെയും അതിങ്ങനെ ദ്യോതിപ്പിക്കുകയാണ്, പ്രകാശിപ്പിക്കുകയാണ്. അതേപോലെ ലോകങ്ങളുടെ ജഗത് അഖകർഷിത്വം, കർഷണം ചെയ്യുന്നവൻ എന്ന ഭാവമുണ്ട്. കർഷണം ചെയ്യുക. എന്തൊക്കെയാ കർഷണം ചെയ്യുന്നത്? ലോകത്തിലെ എന്തൊക്കെ ഈ ദുഷ്ടത ഇല്ലാണ്ടാക്കാനാണല്ലോ, ഭൂഭാരം ഇല്ലാണ്ടാക്കാനാണല്ലോ ഭഗവാന്റെ അവതാരം. അപ്പോൾ ആ കഷ്ടത മുഴുവൻ ഈ ദുഷ്ടരാൽ ഉണ്ടാക്കുന്നതാ. ദുഷ്ടരെ തന്നെ ഹനിക്കുകയാണ്. അപ്പോൾ പാപങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാക്കുക എന്ന ജഗത് അഖകർഷിത്വം, അഖം തന്നെ പാപമാണ്, ആ പാപത്തിനെ ഇല്ലാണ്ടാക്കുക എന്ന ഭാവത്തോടു കൂടിയിട്ട് കൃഷ്ണൻ എന്ന പേര് തേ വ്യതനോത്. അങ്ങനെയുള്ള ആ പേര് ഭഗവാന് മാത്രമേ ആ പേരുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാനെ കൃഷ്ണ എന്ന് നാമകരണം ചെയ്തു എന്നാണ്.
അപ്പോൾ അങ്ങനെയുള്ള ഈ ഭഗവാന്റെ ഭഗവത്വത്തെ മുഴുവൻ പരിപൂർണതമനായിട്ട് 16 കലകളോട് കൂടിയിട്ട് പൂർണ്ണതമനായിട്ട് വന്ന് പരിപൂർണതമനായിട്ട് വന്ന് എല്ലാ കടങ്ങളും വീട്ടിയതായിട്ടുള്ള ആ കൃഷ്ണൻ ഈ ഗർഗ മഹർഷിയാൽ നന്ദഗോപരുടെ തൊഴുത്തിൽ വെച്ചിട്ട് ഗോശാലയിൽ വെച്ചിട്ട് ഗോശാല കൃഷ്ണൻ അങ്ങനെയുള്ള ആ കൃഷ്ണൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാഗവതം കേൾക്കാൻ വരുന്നവരും ഈ വായിക്കുന്നവരും കൃഷ്ണനെ ഇങ്ങനെ കേൾക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കൃഷ്ണൻ ഇത് കേൾക്കുന്നവരെ മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. കൃഷ്ണഭക്തിപരന്മാരായിട്ട് ശിഷ്ടകാലം ജീവിക്കാൻ അവർ ഭഗവാന്റെ അനുഗ്രഹം നേടുന്നവരായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഭഗവാൻ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. 44-ാമത്തെ ദശകത്തിൽ 5 ശ്ലോകമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഇനി ബാക്കി 5 ശ്ലോകം അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ.